സ്ഥാനമൊഴിയുന്ന കാസർഗോഡ് ജില്ലാ യുവജന കേന്ദ്രം കോർഡിനേറ്റർ എ.വി. ശിവപ്രസാദിന് യുവജനക്ഷേമ ബോർഡ് സമുചിതമായ യാത്രയയപ്പ് നൽകി. ബേക്കൽ പള്ളിക്കരയിലെ ബീച്ചിൽ വെച്ച് നടത്തിയ പരിപാടി മണ്ഡലം എം.എൽ.എ. അഡ്വക്കേറ്റ് സി.എച്ച്. കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ അധികാരമേറിയതിനു ശേഷമുള്ള 9 വർഷവും 9 മാസക്കാലവും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ സ്ഥാനം അലങ്കരിച്ചതിനു ശേഷമാണ് എ.വി. ശിവപ്രസാദ് സ്ഥാനമൊഴിയുന്നത്. ഇതിനിടയിൽ കേരളത്തെ പിടിച്ചുകുലുക്കിയ മഹാപ്രളയത്തെയും ഓഖിയെയും നിപ്പയെയും കോവിഡ് മഹാമാരിയെയും അതിജീവിക്കാനായി സംസ്ഥാന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾക്കെല്ലാം ജില്ലയിലെ യുവജനങ്ങളെ സജ്ജരാക്കിയും മണിനിരത്തിയും ക്ലബ്ബുകൾ മുഖാന്തരം കരുത്തും കരുതലും പകരാൻ ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയിൽ ശിവപ്രസാദ് നടത്തിയ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. കൂടാതെ കേരളോത്സവങ്ങളിലും മണിനാഥം നാടൻപാട്ട്, അവളിടം ക്ലബ്ബ്, കതിർ കാർഷിക ക്ലബ്ബ്, യെസ് ക്ലബ്ബ്, യുവജന സെമിനാർ, ഉയിർപ്പ് ലഹരിവിരുദ്ധ കലാജാഥ, സ്പോർട്സ് കിറ്റ് വിതരണം, ഓൺലൈൻ പഠന സഹായം തുടങ്ങിയ സർക്കാരിന്റെ യുവജനക്ഷേമ പദ്ധതികളിലും കാസർഗോഡ് ജില്ല കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിൽ സാരഥി എന്ന നിലയിൽ ശിവപ്രസാദ് പ്രഥമവും പ്രധാനവുമായ ചാലകശക്തിയായി വർത്തിച്ചു. ഇതെല്ലാം മുൻനിർത്തിയാണ് ബോർഡിന്റെ നേതൃത്വത്തിൽ സ്ഥാനമൊഴിയുന്ന ഈ യുവജന സാരഥിക്കായി സമുചിതമായ യാത്രയയപ്പ് നൽകിയത്. ബേക്കൽ പള്ളിക്കര ബീച്ചിലെ ബോഗൺവില്ല ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ഉദുമ എം.എൽ.എ. അഡ്വക്കേറ്റ് സി.എച്ച്. കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോർഡിനേറ്റർ എന്ന നിലയിൽ ശിവപ്രസാദ് മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തി. നല്ലൊരു വളണ്ടിയർ സേന ജില്ലയിലുണ്ടാക്കി. മിക്കവാറും എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും എല്ലാം സജീവമായിട്ട് ആ ടീമിനെ ആകെ രംഗത്തിറക്കി. അപ്പോൾ അങ്ങനെ ഒരു ടീമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ 1-2 ബേക്കലിൽ ഫെസ്റ്റിവലിൻ്റെ 1-2 സീസണുകളിൽ ടിക്കറ്റ് വിൽപ്പനയിൽ ഉൾപ്പെടെ സജീവമായി ഇടപെട്ട് കാര്യങ്ങൾ നിർവഹിച്ചു. ആ ടീമിനെ മുഴുവൻ അണിനിർത്താൻ നമ്മൾ ശിവപ്രസാദിനെ പറ്റി. അപ്പോൾ ജില്ലയിൽ നമുക്ക് ഇനിയും അതിന് നല്ല സാധ്യതയുണ്ട്. ഈ കോർഡിനേറ്റർ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജില്ലയിൽ നമുക്ക് ഔദ്യോഗികമായി തന്നെ ഒരു യൂത്ത് ടീമിൽ ഒരു 1-2 1,000 2,000 1,5000 വരെ യൂത്ത് ടീം അംഗങ്ങളെ പരിശീലിപ്പിച്ച് നമുക്ക് ഏത് ഘട്ടത്തിൽ ഉപയോഗിക്കാൻ കഴിയത്തക്ക നിലയിൽ നിർത്താവുന്ന അപ്പം അങ്ങനെ ഒരു പ്രവർത്തനം ശിവപ്രസാദ് നടത്തി. പിന്നെ സ്വാഭാവികമായും ആക്റ്റീവായി രംഗത്ത് വരുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ചെറുപ്രായത്തെക്കുറിച്ച് കൂടും വിമർശനം. ഒരു വിമർശനവും പാടില്ലാന്നുണ്ടെങ്കിൽ ഈ പണിക്ക് പോകാതിരിക്കാനാണ് ഏറ്റവും നല്ലത്. ചടങ്ങിൽ ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ പി.സി. ഷീലാസ് അധ്യക്ഷയായി. മുൻ എം.എൽ.എ. കെ.വി. കുഞ്ഞിരാമൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി. ബേബി ബാലകൃഷ്ണൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ. ശകുന്തള, മുൻ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ്.എൻ. സരിത, കണ്ണൂർ ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ കെ. പ്രസീത, ടീം കേരള ക്യാപ്റ്റൻ റനീഷ് എന്നിവർ ആശംസകൾ നേർന്നു. എ.വി. ശിവപ്രസാദ് മറുപടി പ്രസംഗം നടത്തി. അന്ന് ക്ലബ്ബുകളുടെ ക്രോഡീകരണവും നമ്മുടെ സമൂഹത്തിനകത്ത് മാനേജിക്കപ്പെടുന്ന എല്ലാ ക്ലബ്ബുകൾക്കും സാമ്പത്തിക സഹായം എങ്ങനെ യുവജനക്ഷേമം, നമ്മുടെ ബോർഡിന്റെ പേര് യുവജനക്ഷേമമാണ്. യുവജനങ്ങളുടെ സുഖമാണ് നമ്മുടെ ബോർഡിന്റെ പേര്. അപ്പോൾ യുവജനങ്ങൾക്ക് എത്രത്തോളം ക്ഷേമകരമായ പ്രവർത്തനം സംഘടിപ്പിക്കാൻ പറ്റുമോ ആ നിലയിൽ നമ്മളെല്ലാം വിളിച്ചു ചേർത്തിനാണ് ഡിജോട്ടൻ പരിപാടി പ്ലാൻ ചെയ്യുക. അതനുസരിച്ചാണ് ഓഫീസർമാർക്ക് നിർദ്ദേശം കൊടുക്കുക. അങ്ങനെയാണ് പ്രസീത മാഡം ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം നമ്മൾ പരിചയപ്പെടുന്നത്. അങ്ങനെ യുവജനക്ഷേമ ബോർഡിന്റെ കൃത്യമായ ഒരു പ്രവർത്തന പന്താവിൽ എങ്ങനെയാണ് യൂത്ത് കോർഡിനേറ്റർ നമുക്ക് സാമ്പത്തികപരമായോ മറ്റേതെങ്കിലും ലാഭേച്ഛയോട് കൂടിയിട്ടല്ല ഇതിൽ വേണ്ടത്, സാമൂഹ്യപരമായ പ്രതിബദ്ധത ഉണ്ടാക്കാൻ, 4 ആളുകൾക്കിടയിൽ നമ്മൾ അറിയുന്ന ഒരു വ്യക്തിത്വ വൈഭവമാക്കാൻ എങ്ങനെ നമുക്ക് യുവജനക്ഷേമ ബോർഡ് വിനിയോഗിക്കാമെന്നതായിരുന്നു പി. ബിജുവട്ടൻ ഞങ്ങളോട് അന്ന് പറഞ്ഞു വെച്ച കാര്യം. യുവജനക്ഷേമ ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകിയ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ. ശകുന്തളയ്ക്കും അഡ്വക്കേറ്റ് എസ്.എൻ. സരിതയ്ക്കും ഇതേ വേദിയിൽ വെച്ച് പ്രത്യേക ആദരവ് നൽകി. പരിപാടിയിൽ എം.വി. രതീഷ് സ്വാഗതവും അവളിടം ജില്ലാ യുവതി കോർഡിനേറ്റർ കെ.വി. ചൈത്ര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.